5 മിനിറ്റ് കൊണ്ട് തന്നെ നിങ്ങളുടെ സ്വന്തം ലോഗോയോ ബാനറുകളോ പ്രസൻറ്റേഷനോ ആനിമേഷൻ വീഡിയോസോ ക്രിയേറ്റ് ചെയ്യണോ എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഇത് canva.com എന്നുള്ള ഒരു വെബ്സൈറ്റാണ്. നമുക്ക് ഈ വെബ്സൈറ്റ് ഉപയോഗിച്ച് ടെംപ്ലേറ്റ്സ്, ലോഗോസ്, യൂട്യൂബ് ബാനർ, എന്ത് ടൈപ്പ് ബാനർ നമുക്ക് പ്രൊഫൈലായാലോ നമുക്ക് ഓഫീസിൽ എന്തെങ്കിലും പ്രസൻറ്റേഷൻ ആയിട്ടുള്ള കാര്യങ്ങൾക്കായോ ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. യൂട്യൂബ് ബാനർ, ലോഗോ, തംബ്നെയിൽസ്, ഷീറ്റ്, അതായത് പ്രസൻറ്റേഷൻ വേണ്ട ഡോക്യുമെൻറ്റ്സ്, അങ്ങനെ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇത് ഉപയോഗിച്ചുകൊണ്ട് ഞാൻ എങ്ങനെയാണ് എനിക്ക് വേണ്ട തംബ്നെയിൽസ് അല്ലെങ്കിൽ എൻ്റെ ലോഗോ, പ്രൊഫൈലിലെ ബാനറുകൾ, ബേസിക്കലി നമുക്ക് ഇമേജ്, വീഡിയോ, ഷോർട്ട് ആനിമേഷൻസ് എല്ലാം നമുക്ക് ഈ വെബ്സൈറ്റ് ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഡിഫോൾട്ടായിട്ട് കുറേ ടെംപ്ലേറ്റ്സ് നമ്മൾ മാനുവലി ഫുൾ ക്രിയേറ്റ് ചെയ്യണമെന്നില്ല, നമുക്ക് ഡിഫോൾട്ട് കുറേ ടെംപ്ലേറ്റ്സ് തരുന്നുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചാൽ ഇവിടെ ടോപ്പ് പോർഷനിലായിട്ട്, ഇവിടെ ലെഫ്റ്റ് സൈഡിലെ ടോപ്പ് പോർഷനിലായിട്ട് ക്രിയേറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം ലോഗോസ്, യൂട്യൂബ് തംബ്നെയിൽസ്, ഇൻസ്റ്റാഗ്രാം, യുവർ സ്റ്റോറി, യുവർ ബാനർ, ഷീറ്റ്സ്, ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഡിഫോൾട്ട് ടെംപ്ലേറ്റ്സുകളാണിത്. ഇതിൽ ഏതെങ്കിലും ടെംപ്ലേറ്റ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഡയറക്റ്റ് അത് പിക്ക് ചെയ്യാം. അതിൽ ഇമേജ് മാറ്റാം, ടെക്സ്റ്റ് മാറ്റാം, കളർ മാറ്റാം, ഈസി ആയിട്ട് പറ്റും. അത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പെയ്ഡ് വേർഷൻസ് ടെംപ്ലേറ്റ്സും ഉണ്ട്, ഫ്രീ ഉണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും ഫ്രീ വേണം ചൂസ് ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മളത് പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരു യൂട്യൂബിൻ്റെ തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ഈ സെക്കൻഡ് ഓപ്ഷൻ ക്രിയേറ്റ് ചെയ്യുകയാണ്. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കത് എഡിറ്റിംഗ് മോഡിൽ ഓപ്പണായി വരുന്നതുണ്ട്, കണ്ടോ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഞാനിപ്പോൾ ജസ്റ്റ് ഞാൻ ഈ ടെംപ്ലേറ്റ് എടുക്കുകയാണ്. അപ്പോൾ ഈ ടെംപ്ലേറ്റ് ഇവിടെ ലോഡായി വന്നിട്ടുണ്ട്. ആ ടെംപ്ലേറ്റ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഈ താഴെ പ്രോ എന്നൊരു ഓപ്ഷൻ കണ്ടോ, ഇത് നമ്മൾ പെയ്ഡാണ്. ഇത് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരിക്കലും എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഫ്രീ ആയിട്ട് പറ്റുന്നതല്ല. അപ്പോൾ എപ്പോഴും ഈ ഐക്കൺ ഇല്ലാത്ത ടെംപ്ലേറ്റ്സുകളുമാണ് യൂസ് ചെയ്യുക. ഓക്കെ, ദെൻ നമ്മൾ ടെംപ്ലേറ്റ് ചൂസ് ചെയ്തു. ഇനി നമുക്ക് ഈ ഇമേജുമായി നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. നമുക്ക് കസ്റ്റമായിട്ട് വേണമെങ്കിൽ ഞാൻ ജസ്റ്റ് ഇപ്പോൾ എൻ്റെ ഈ ഡിഫോൾട്ട് ഇമേജ് ഡിലീറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാം. നമുക്ക് വേണ്ട ഡീറ്റെയിൽസ്, ഇമേജോ ലോഗോയോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഡയറക്റ്റ് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു ഇമേജ് ഇവിടെ അപ്ലോഡ് ചെയ്യുകയാണ്. ഓക്കെ, ലൈക്ക് നമുക്കത് മാക്സിമൈസ് ചെയ്യാം. ഞാനിപ്പോൾ എന്താ പറയുക, 10 days വർക്കൗട്ട് എന്നുള്ളത് ജസ്റ്റ് വർക്കൗട്ട്സ് എന്നാക്കാം. നമുക്ക് ഈ ടെക്സ്റ്റ് എല്ലാം എഡിറ്റ് ചെയ്യാം. അതുപോലെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് വളരെ ഈസിയാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാം. അതുപോലെ കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ മുകളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കളർ ഓപ്ഷൻസ്. യെല്ലോ മാറ്റി ബ്രൗൺ ആക്കാം, അല്ലെങ്കിൽ വൈറ്റ് ആക്കാം. ഓക്കെ, അതുപോലെ ബാക്ക്ഗ്രൗണ്ട് കളർ ആണെങ്കിൽ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ടോപ്പിൽ നിങ്ങൾക്ക് യെല്ലോ കളർ കാണാം, റെഡ് ആക്കാം. അതുപോലെ ഇതിൻ്റെ പൊസിഷൻ വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. ഇനി ടോപ്പിൽ ഇത് വേണ്ടെങ്കിൽ നമുക്ക് വേണ്ടാത്ത ഓപ്ഷൻസ് ഡിലീറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇതും ഡിലീറ്റ് ചെയ്തിട്ട് വേറെ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ഈസി ആയിട്ട് ആഡ് ചെയ്യാം. എന്നിട്ട് ചെയ്യേണ്ടതെന്ന് കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് വേണ്ട രീതിയിലെല്ലാം അലൈൻ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ മുകളിൽ ഷെയർ ഓപ്ഷൻ ഉണ്ട്. ഈ ഷെയർ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഡൗൺലോഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ നേരത്ത് അവർ നമുക്ക് വേണമെങ്കിൽ മൾട്ടിപ്പിൾ ഓപ്ഷൻ JPG ആയിട്ട് ചെയ്യാം, PNG ആയിട്ട് ചെയ്യാം, PDF ആക്കാം. പ്രിൻ്റ് എടുക്കേണ്ട സമയത്ത് പ്രിൻ്റ്, SVG, MP4 വേണമെങ്കിൽ MP4 രീതിയിൽ ആനിമേഷൻ ഉൾപ്പെടെ കിട്ടുന്നതാണ്. നമുക്ക് ഏത് ഫോർമാറ്റിലാണോ വേണ്ടത് അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഡയറക്റ്റ് നമ്മുടെ ലോക്കൽ ഡിവൈസിലേക്ക് ഡൗൺലോഡായി വരുന്നതാണ്. ഇതിപ്പോൾ ഞാൻ ചൂസ് ചെയ്ത് പെയ്ഡാണ്, അതാണ് ഡൗൺലോഡ് ആവാത്തത്. സോ ഇങ്ങനെയാണ് നമ്മളൊരു തംബ്നെയിൽ ക്രിയേറ്റ് ആവുന്നത്. നമ്മൾ ഒരു ലോഗോ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നതും കൂടി ഞാൻ കാണിച്ചു തരാം. അതിനായിട്ട് ഞാൻ ഈ ലോഗോ ഓപ്ഷനാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ലോഗോ ഓപ്ഷൻസ് കുറേ വരുന്നതാണ്. ഇതിപ്പോൾ ഞാൻ ഫിറ്റ്നസ് സെലക്ട് ചെയ്തുകൊണ്ടാണ് കേട്ടോ എനിക്ക് ഫിറ്റ്നസ്സിൻ്റെ മാത്രം ലോഗോ സാമ്പിൾസ് അല്ലെങ്കിൽ ടെംപ്ലേറ്റ്സ് കാണിക്കുക. ഇതിപ്പോൾ നമുക്ക് ടെംപ്ലേറ്റ്സ് ഒന്നും വേണ്ട എങ്കിൽ നമുക്കിവിടെ കസ്റ്റം ഡ്രോ ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ കസ്റ്റമായിട്ടുള്ള ഐക്കൺസ് ഇടാം. ഞാൻ ജസ്റ്റ് ഇപ്പോൾ എന്താ കൊടുക്കുന്നത്, കുക്കിംഗ് കൊടുക്കുകയാണ്, സെർച്ച് ചെയ്യണം. അപ്പോൾ നമുക്ക് കുക്കിങ്ങായിട്ട് ബന്ധപ്പെട്ട് കുറച്ച്, അല്ലെങ്കിൽ ഡയറ്റ്. ഓക്കെ, ഡയറ്റ് എന്നുള്ള കീ കൊടുത്തപ്പോൾ ഡയറ്റ് ബേസ് ചെയ്തിട്ടുള്ള ടെംപ്ലേറ്റ്സ് അല്ലെങ്കിൽ ലോഗോ, ഡയറ്റ് ബേസ്ഡ് ടെംപ്ലേറ്റ്സ് വന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിൽ നിന്ന് ഈ ടെംപ്ലേറ്റ് യൂസ് ചെയ്യുവാണ്.
അത് പെയ്ഡാണ്. ഞാൻ ആദ്യമേ പറഞ്ഞു ഈ പ്രോ എന്നുള്ളത് ചൂസ് ചെയ്യാൻ പാടില്ല, അല്ലാതെ ഉള്ളതൊക്കെയാണ് നമുക്ക് എഡിറ്റ് ചെയ്താലും ഡൗൺലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ഞാനത് പ്രോ അല്ലാത്ത ഇത് യൂസ് ചെയ്തു. ദെൻ ഇവിടെ നിങ്ങൾക്ക് കസ്റ്റമായിട്ടുള്ള നിങ്ങളുടെ ഇമേജോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാം, ഇല്ലെങ്കിൽ ഇത് തന്നെ യൂസ് ചെയ്യാം. ഇവിടെ ഞാൻ എൻ്റെ എൻ്റെ ചാനലിൻ്റെ പേര് കൊടുക്കുകയാണ്, ബൾക്ക് ആൻഡ് ബൈറ്റ്. എന്തെങ്കിലും സബ് ടൈറ്റിൽ ഉണ്ടെങ്കിൽ ഫോക്കസ് സംതിങ്, എന്ത് വേണമെങ്കിലും കൊടുക്കാം. ഓക്കെ, സോ ജസ്റ്റ് ഞാനിത് ഡിലീറ്റ് ചെയ്തിട്ട് നമുക്കിനി ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. എലമെൻറ്റ്സ് എന്നുള്ള ഓപ്ഷനിൽ നമുക്കിപ്പോൾ എന്തെങ്കിലും ഡയറ്റ് എന്ന് സെർച്ച് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ ഗ്രാഫിക്സ്, ഫോട്ടോസ്, വീഡിയോസ്, ഇങ്ങനെയുള്ള കുറേ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഞാനൊരു ഗ്രാഫിക്സ് ഡയറ്റുമായിട്ട് ഇത് യൂസ് ചെയ്യാം. അപ്പോൾ ഇതിവിടെ ഡയറക്റ്റ് വരും നമുക്കപ്പോൾ. ഇതിപ്പോൾ ക്യാൻവാന്ന് വാട്ടർ ലേബലുള്ള, സോ അങ്ങനെ ഇല്ലാത്തതും ഫ്രീ ആയിട്ടുള്ള ജസ്റ്റ് ഇതെടുക്കാം. ഓക്കെ, ഇത് ഫ്രീ ആണ്. സോ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്ത് ലോഗോയുടെ സെൻറ്ററിൽ വരുത്തണമെങ്കിൽ, ഞാനിപ്പോൾ ഡെമോയ്ക്ക് വേണ്ടി ഒരു അലൈനോ ഇതൊന്നും ഇല്ലാത്ത ജസ്റ്റ് ഇടുന്നുള്ളൂ. നിങ്ങൾക്കിത് എങ്ങനെ വേണമെങ്കിൽ നിങ്ങളുടെ കസ്റ്റം ഇമേജ് ഉണ്ടെങ്കിൽ അത് ഇവിടെ അപ്ലോഡ് ഓപ്ഷൻ ഉണ്ട്. ഇവിടെ അപ്ലോഡ് ഓപ്ഷനിൽ ഇമ്പോർട്ട് ചെയ്ത് നമ്മുടെ ഫോണിൻ്റെ മെമ്മറിയിൽ നിന്നോ ഡിവൈസിൻ്റെ മെമ്മറിയിൽ നിന്നോ ഡയറക്റ്റ് വരും. അത് അപ്ലോഡ് ആയി കഴിഞ്ഞാൽ ജസ്റ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തിട്ടാൽ മതി. ഓക്കെ, ദെൻ ഇത് ഇനിയിപ്പോൾ ഗ്രീൻ കളറാണ്. ഇനിയിപ്പോൾ ഗ്രീൻ കളർ വേണ്ട ലോഗോയുടെ ബാക്ക്ഗ്രൗണ്ട്, നിങ്ങൾക്ക് യെല്ലോ ആണെങ്കിൽ ഇങ്ങനെ കൊടുക്കുക. അതുപോലെ ലീഫിൻ്റെ കളർ ഡാർക്ക് മാറ്റി ബ്ലൂ ആക്കണമെങ്കിൽ ബ്ലൂ ആക്കാം. അതുപോലെ ഈ ലീഫിൻ്റെ കളർ ഏതാണോ നിങ്ങൾക്ക് മാറ്റേണ്ട ഏരിയ, ആ ഏരിയയിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടോപ്പിൽ എഡിറ്റ് ഓപ്ഷനിൽ ആനിമേഷൻസ്, ഇവിടെ കുറേ ആനിമേഷൻ ലെഫ്റ്റ് ടു റൈറ്റ് കണ്ടോ, നിങ്ങൾക്ക് കാണാം. കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഞാനതിൽ കുറച്ച് ബേസിക് ആയതാണ് നിങ്ങളെ കാണിച്ചു തരുന്നത്. ഞാൻ ആനിമേഷൻ അപ്ലൈ ചെയ്തു. ഞാനിത് MP4 ആയിട്ടോ അല്ലെങ്കിൽ GIF ആയിട്ടോ ഡൗൺലോഡ് ചെയ്താൽ ഈ ആനിമേഷനോട് കൂടി കാണാം. അതുപോലെ ആർക്ക് ട്രാൻസ്പെറൻറ്റ് എത്രത്തോളം ട്രാൻസ്പെറൻറ്റ് നിങ്ങൾക്കിത് കാണാൻ പറ്റും. കുറേ ഓപ്ഷൻസ് ഉണ്ട്. എല്ലാ ഓപ്ഷൻസും ഞാൻ എക്സ്പ്ലോർ ചെയ്യുന്നില്ല, നമ്മുടെ ആവശ്യം അനുസരിച്ച് നിങ്ങൾക്ക് മാറ്റാവുന്നത്. ഞാനപ്പോൾ ഈ ലീഫിൻ്റെ കളറ് ബാക്ക്ഗ്രൗണ്ട് കളറാണ് ഞാനിപ്പോൾ മാറ്റിയിരിക്കുന്നത്. അത് ഞാൻ വൈറ്റിലേക്ക് തന്നെ മാറ്റി. ജസ്റ്റ് ഞാൻ ലീഫ് ഏതാണോ നിങ്ങൾക്ക് വേണ്ട ഏരിയ അതേ ക്ലിക്ക് ചെയ്തിട്ട് അപ്ലൈ ചെയ്താൽ ആ പർട്ടിക്കുലർ ഏരിയയ്ക്ക് വരും. ഞാനിപ്പോൾ ഈ ലീഫിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുകയാണ്, ലീഫിൻ്റെ കളർ റെഡ് ആക്കുവാണ്. കണ്ടോ, എങ്ങനെയാണോ നിങ്ങൾക്ക് വേണ്ടത് ആ രീതിയിൽ എഡിറ്റ് ചെയ്യുക, ടെക്സ്റ്റ് എഡിറ്റ് ചെയ്യുക. ഇനി അലൈൻ ചെയ്യണം, ഇത് മുകളിൽ കൊണ്ടുവന്ന് മുകളിൽ കൊണ്ടുവരാം, സബ് ടൈറ്റിൽ വേണമെങ്കിൽ അടുപ്പിക്കാം. എല്ലാം ഫിനിഷ് ചെയ്ത് ഇത് ലോഗോ. ദെൻ അതിനുശേഷം ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഡൗൺലോഡ് കൊടുക്കുക. അപ്പോൾ ഓപ്ഷൻസ് ഇത് MP4 ആണ്. വീഡിയോ ആനിമേഷൻ ഞാൻ സെലക്ട് ചെയ്തല്ലോ, അത് കാരണം അതൊരു മൂവ്മെൻറ്റ് കിട്ടാൻ. ഇപ്പം JPG വേണമെങ്കിൽ JPG ആയിട്ട് കൊടുക്കുക, ഡൗൺലോഡ് കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ ഫ്രീ വേർഷനാണ് എടുത്തത്, അത് കാരണം നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് ഡൗൺലോഡായി എൻ്റെ ഡിവൈസിൽ വന്നു. ദെൻ നിങ്ങൾക്ക് വേണ്ട പ്രൊഫൈൽ ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്കോ എവിടെയാണോ അല്ലെങ്കിൽ DP എന്താണോ വെച്ചാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഈ ടിപ്സും വെബ്സൈറ്റിലെ കാര്യങ്ങളും പറഞ്ഞെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ ടിപ്സ് ഉപകാരപ്പെട്ടെങ്കിൽ എന്നെ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അടുത്തതായി എങ്ങനെ 10 മിനിറ്റ് കൊണ്ട് വീഡിയോ എഡിറ്റിംഗ് പഠിക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ വീഡിയോ എഡിറ്റിംഗ് പഠിക്കാൻ താല്പര്യമുള്ളവർ കമൻ്റ് ഇടുക.